കാറ്റഗറി 2 ഖുറാൻ പാരായണ മത്സരത്തിലുള്ള ഫലപ്രഖ്യാപനമാണ് നെക്സ്റ്റ് നടക്കുന്നത്. അതിൽ നമ്മൾ കാറ്റഗറി 2 ഞാൻ പറഞ്ഞ പോലെ വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന തരത്തിൽ ഒരുപാട് മക്കളായിരുന്നു നമുക്ക് കാറ്റഗറി 2 ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 7 to 11 ഏജ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോയ്സിനെയും ഗേൾസിനെയും വേർതിരിക്കേണ്ടി വന്നു. കാരണം ഒരുപാട് മക്കള് പങ്കെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ നടത്താനുള്ള ഒരു പ്രയാസം തോന്നിയപ്പോൾ നമ്മൾ 2 സെഷൻസ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ കാറ്റഗറി 2 ബോയ്സിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അബ്ദുള്ള ബിൻ സാദിഖ് ആണ്. അബ്ദുള്ള ബിൻ സാദിഖ് എന്ന് പറഞ്ഞ തയ്യിബ അഖ്തീന്റെ മകനായിട്ടുള്ള സൗദി അറേബ്യയിലുള്ള, നാട്ടിലെ സ്ഥലം എവിടാന്ന് കൊടുത്തിട്ടില്ല, പക്ഷെ അബ്ദുള്ള മോനിക്കാണ് ഫസ്റ്റ് പ്രൈസ് ഉള്ളത്. ബാറക്കല്ലാഹു ഫീക്ക്. അബ്ദുള്ളന്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യൂട്ടാ ഇൻഷാ അല്ലാ. രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് മുഹമ്മദ് ബിലാലിനാണ്. 11 വയസ്സുള്ള റിഷാന അഖ്തീന്റെ മകനായിട്ടുള്ള മുഹമ്മദ് ബിലാലിനാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ബിലാലിന്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം ഇൻഷാ അല്ലാ. മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്ന 8 വയസ്സുള്ള അബ്ബാദ് നസീർ മകനിനാണ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ജിൻസി അഖ്തീന്റെ മകനാണ്, തൃശ്ശൂരാണ് സ്ഥലം. മാഷാ അല്ലാ. 3 കാറ്റഗറി 2 ബോയ്സിൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അബ്ദുള്ളക്ക് ഫസ്റ്റും, സെക്കൻഡ് മുഹമ്മദ് ബിലാലിനും, തേർഡ് അബ്ബാദ് നസീറിനും. ഉമ്മ അബ്ദുള്ള സംസാരിച്ചോളൂ അഖ്തി ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഇപ്പം മാമിനോട് സംസാരിക്കാൻ അവസരം കിട്ടിയതിന് അൽഹംദുലില്ലാ അള്ളാഹിനോട് സ്തുതിക്കാണ്. അൽഹംദുലില്ലാ. മോൻ വഴി അങ്ങനെ പല അനുഗ്രഹങ്ങളും അത് തന്നിട്ടുണ്ട്, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, മോനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. കാരണം മോന് ഇവര് ചെറുതിലെ ബോയ്സ് സ്കൂളിലും പിന്നെ അതുപോലെ തന്നെ മദ്രസയിലെല്ലാം ഉസ്താദുമാരായതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അവരോട് സംസാരിക്കാനും ഒന്നും അങ്ങനെ പറ്റലില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അതിനൊരു സ്ത്രീകളുള്ള എന്തെങ്കിലും എല്ലാം ഒരു ഇവര് 10 വയസ്സ് ആ ഒരു സമയത്തെല്ലാം തന്നെ മോനിക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നല്ലോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയായിരുന്നു എക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു അക്കാദമിനെ കുറിച്ച് അറിഞ്ഞതും. ഇതില് മുസാബക്കക്ക് പങ്കെടുക്കാനുള്ള സമയത്ത് മോനിക്കും ഒരു മടിയുണ്ടായിരുന്നു. എങ്ങനെയാണ് ടീച്ചേഴ്സിന് അങ്ങനെ ഉണ്ടല്ലോ, ലേഡി ടീച്ചേഴ്സിന്റെ മുന്നിൽ ഇരിക്കാനുള്ള ആ ഒരു ഇതൊക്കെ. അൽഹംദുലില്ലാ. അങ്ങനെ എന്തായാലും മോനെ എന്താ പറയാ, നമ്മൾ ചെറുതിലേ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പോയ അഹ്വാത്തുകളെല്ലാം പറഞ്ഞ പോലെ തന്നെ ചെറുതിലെ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിനി. ഖുറാനിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് അൽഹംദുലില്ലാ ഹാഫിളാണ്. അൽഹംദുലില്ലാ 8 വയസ്സിൽ തന്നെ ഹാഫിളാക്കാൻ അൽഹംദുലില്ലാ അള്ളാന്റെ നിഅമത്ത് സാധിച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എന്താ പറയാ, ഒന്നും ഫുൾ ബ്ലാങ്ക് ആയിട്ട് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലാട്ടത്. അൽഹംദുലില്ലാ. കാരണം മോനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന സമയം വരെ എനക്ക് ഈ ഒരു സമയത്തെന്നല്ല, മോനെ കാണുമ്പോഴും ഓന്റെ ഇബാദത്തുകളിലെല്ലാം മുഴുകുന്ന സമയത്തായാലും ഖുർആൻ ഓതുന്ന സമയത്തായാലും ഒക്കെ എനിക്ക് എന്തോ അള്ളാഹിനോട് ശുക്ർ ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യലുണ്ട്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അല്ലാഹു ബാരിക് അഖ്തി. മാഷാ അല്ലാ. നല്ല പേര് അബ്ദുള്ള എന്നുള്ള പേര് ഇപ്പൊ പൊതുവെ അങ്ങനെ കാണാറില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ. അള്ളാഹു എളുപ്പം നൽകട്ടെ. ഒരുപാട് സന്തോഷം. അബ്ദുള്ള, അള്ളാഹു എല്ലാ എളുപ്പവും മകനിക്ക് നൽകട്ടെ. ദീനിന്റെ വിഷയത്തിലും ദുനിയാവിലും ആഖിറത്തിലും മുന്നേറാൻ അള്ളാഹു മോനിക്ക് തൗഫീഖ് നൽകട്ടെ. ഉമ്മ ബിലാൽ അഖ്തി സംസാരിച്ചോളൂ. ബിലാലിന്റെ ഉമ്മ സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും പിന്നെ അസ്സലാം. വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ മോനിപ്പം ഹിഫ്ള് കംപ്ലീറ്റ് ആവാനായി, നിങ്ങളെല്ലാവരും ദുആലെല്ലാം ഉൾപ്പെടുത്തണം. ഇപ്പം ബക്കറ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ ഇൻഷാ അല്ലാഹ് ദുആലെല്ലാം ഉൾപ്പെടുത്തണം. പിന്നെ ഇവിടെ തന്നെയാ പഠിക്കുന്നത് മോന്. ഓക്കെ. മാഷാ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉഖ്തി ജസാക്കല്ലാഹ് ഖൈർ. ബാറക്കല്ലാഹു ഫീക്ക്. ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാ. ഇതിനേക്കാളും വലിയ ഖൈർ എന്താണ് ഉഖ്തിമാരെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ മക്കള് ചെറിയ പ്രായത്തിലെ ഖുർആൻ ഹിഫ്ള് ചെയ്യുന്ന, അവര് ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതല്ലേ ദുനിയാവില് വേണ്ടത്. നമ്മുടെ ചെറുപ്പത്തിലേ മക്കളെ എന്താ പറയാ, ദുനിയാവിന് വേണ്ടി വളർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് ഉഖ്തിമാരെ. നിങ്ങൾ ഏവരും മനസ്സിരുത്തി ചിന്തിച്ചു നോക്കുക കേട്ടോ. ദുനിയാവ് വെറും നിസ്സാരാണ്. ദുനിയാവ് വേണ്ടാന്നല്ല, വേണം. പക്ഷെ ആഖിറത്തിന് നമ്മൾ മുൻതൂക്കം കൊടുത്താൽ, നമ്മൾ പ്രയോറിറ്റി കൊടുത്താൽ, ദുനിയാവ് തനിയെ നമ്മളെ പുറകിൽ വരും.
മക്കളുടെ പുറകിൽ വരും. അപ്പൊ അതുകൊണ്ട് എല്ലാ പാരന്റ്സും അനുസരിച്ച് ചിന്തിക്കുക, നിങ്ങളാണ് നിങ്ങളെ മക്കളെ വഴി നടത്തേണ്ടവര്. അല്ലാഹു നമുക്ക് ഏവർക്കും എളുപ്പം നൽകട്ടെ. അപ്പോ അബ്ബാദിന്റെ ഉമ്മനെ ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടിട്ടില്ല. ഇൻഷാല്ലാ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തത് നമുക്ക് കാറ്റഗറി ഖുർആൻ പാരായണ മത്സരത്തിന്റെ കാറ്റഗറി 2 ഗേൾസ് പെൺകുട്ടികളുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഖദീജ ബിന്ത് അബ്ദു ഷുക്കൂറിനാണ്. മാഷാഅല്ലാ 9 വയസ്സുള്ള നുസ്രത്ത് ഉഖ്തീന്റെ മകളാണ്. തിരൂറാണ് സ്ഥലം. ഖദീജ ബിന്ത് അബ്ദു ഷുക്കൂറിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്കി. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഫാത്തിമ ഷാനവാസ് ഉഖ്തിക്കാണ്. ഫാത്തിമ ഷാനവാസിന്റെതും മുഫീദ ഉഖ്തിന്റെതും ഡോട്ടറായിട്ടുള്ള ഫാത്തിമ ഷാനവാസിനാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. 7 വയസ്സുള്ള മകളാണ്. ഇരിക്കൂറാണ് സ്ഥലം. മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കി. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഹന ഫാത്തിമ ആണ്. ഹന ഫാത്തിമ 10 വയസ്സുള്ള മകളാണ്. ജാസ്മിൻ ഉഖ്തിന്റെ ഹന ഫാത്തിമ മകളായിട്ടുള്ള ഹന ഫാത്തിമയ്ക്കാണ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഉമ്മമാരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്കണം ഇൻഷാല്ലാ. ഖദീജന്റെ ഉമ്മ നുസ്രത്ത് ഉഖ്തി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കാമോ? കേൾക്കാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉഖ്തി പറഞ്ഞോളൂ. അൽഹംദുലില്ലാ. കാരണം എന്നെക്കാട്ടിലും കൂടുതൽ മോൾക്കായിരുന്നു. അവള് ഇന്ന് 5 മണിക്ക് ഉച്ചക്ക് ശേഷം തുടങ്ങിയതാണ്. എന്റെ റിസൾട്ട് വരും ഉമ്മ, ഞാൻ നോക്കട്ടെ ഉമ്മ എന്നിങ്ങനെ പറഞ്ഞിരിക്കല്. അൽഹംദുലില്ലാ. അപ്പൊ മറ്റുള്ള ഉഖ്തിമാര് പറഞ്ഞ പോലെ തന്നെ നമ്മളും ചെറുപ്പം തൊട്ടേ തന്നെ കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. നൂറ മാമിനെ അറിയായിരിക്കും. പിന്നെ നമ്മുടെ അസരിയ സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. നൂറ മാമും ഷാഹിന മാമും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. അറിയാം തീർച്ചയായിട്ടും. മോളെ ഓർക്കുന്നില്ലെങ്കിലും മാഷാഅല്ലാ. ഞാന് വൈകിട്ടുള്ള അവിടുത്തെ ക്ലാസ്സിന് ഓടി വന്ന് ഷാഹിന മാമിന്റെ കയ്യിൽ ഒരു മിഠായി പാക്കറ്റ് കൊടുത്തു. ഓക്കെ. സന്തോഷായിരുന്നു. കാരണം ഞാനും ഈ അക്കാഡമിയിൽ ഇപ്പോ പിന്നെ പഠിതാവാണ്. സിഫാത്ത് കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അതെ അൽഹംദുലില്ലാ. ഇത് വലിയൊരു എന്താ പറയാ, നമുക്കിപ്പോ എവിടെയെങ്കിലും പോയി പഠിക്കാന്നുള്ളത് ചിന്തിക്കാൻ കഴിയണില്ല. കാരണം നമ്മുടെ വീട്, കാര്യം, ഭർത്താവും കുട്ടികളും ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതൊരു വലിയൊരു സംഭവമാണ് കേട്ടോ. അൽഹംദുലില്ലാ. എന്താ പറയാന്നൊന്നും എനിക്ക് അറിയുന്നില്ല പെട്ടെന്നായതുകൊണ്ട്. അപ്പൊ അൽഹംദുലില്ലാ. ഇതുപോലെ ഇതിലേക്ക് ഇനി ഇതേ മേഖലയിലേക്ക് തന്നെ ഇനി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഉസ്തിമാരുണ്ട്. എല്ലാരും ഇതിലേക്ക് കടന്നു വരുന്നതിന്റെ ഇപ്പൊ മാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ മേഖലയിലേക്ക് ആദ്യം ഓരോന്ന് ചുവട് വെച്ച് മുന്നോട്ട് വരണം ഇൻഷാ അള്ളാ. ഇപ്പൊ പഠിക്കാൻ കേറുന്ന സമയത്ത് എനിക്ക് ഒന്നും എന്താവോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ പഠിച്ചു തുടങ്ങിയപ്പോൾ ഇത്ര ഈസി ആയിരുന്ന കാര്യങ്ങൾ എന്നുള്ളത് അപ്പൊ മനസ്സിലായി. അൽഹംദുലില്ലാ. അപ്പൊ ഇനി ഇത് ഈ തജ്വീദിന്റെ ഭാഗം കഴിഞ്ഞിട്ട് അടുത്തത് എന്താണോ പഠിക്കാനുള്ളത് അതിങ്ങനെ തുടർന്ന് പഠിക്കാനാണ് ഇൻഷാ അള്ളാ ആഗ്രഹം. നമ്മളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ മക്കളുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. നമ്മളെപ്പോഴും അവരുടെ പരലോകത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പിന്നെ ആടി നിൽക്ക് അവരെ എവിടെ കൊണ്ട് എത്തിക്കാൻ നമ്മളെ കൊണ്ട് ഒരു ഉമ്മ എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാക്സിമം നമ്മൾ ചെയ്യണം. ഒരു പക്ഷെ നമ്മൾ ഇപ്പൊ എന്റെ മക്കള് അത്ര അറിവ് എനിക്കില്ല. ഞാൻ പഠിക്കുന്നുള്ളൂ. ഞാൻ സിഫാത്ത് എത്തിയിട്ടുള്ളൂ. ഖുറാനിൽ പഠിച്ചിട്ട് പോകും. പക്ഷെ അവര് എത്രത്തോളം ഉയർത്തെത്തണം എന്നുള്ളത് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് എന്നെ കൊണ്ട് എന്ത് സാധിക്കും അങ്ങനത്തെ മേഖലകളിലൊക്കെ എന്റെ മക്കളെ ഞാൻ ഇറക്കും. പ്രത്യേകിച്ച് പരലോകവുമായി ബന്ധപ്പെട്ട് ദുനിയാവ് ഇൻഷാ അള്ളാ നമ്മുടെ ബാക്കിൽ അങ്ങനെ വന്നോളൂ. അത് നമ്മൾ പേടിക്കേ വേണ്ട ഇൻഷാ അള്ളാ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും ഒരുപാട് സന്തോഷം നുസ്രത്ത്. നല്ല നല്ല വാക്കുകൾ തന്നെ. അവസാനം പറഞ്ഞ ഓരോ പോയിന്റ്സും ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. സുബ്ഹാനല്ലാഹ്. എളുപ്പം നൽകട്ടെ നുസ്രത്ത് ഉഖ്തിക്ക്. അതുപോലെ ഖദീജ മോൾക്കും നല്ല പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരാണ് ഖദീജ. അപ്പൊ ഖദീജ മോൾക്കും അള്ളാഹുവിന്റെ എളുപ്പവും ഖൈറും പറക്കയും ജീവിതത്തിൽ എല്ലാ മുന്നേറ്റവും കൊടുക്കട്ടെ. ആമീൻ. നല്ല സ്വാലിഹായ മക്കളാക്കി മാറ്റട്ടെ. ആമീൻ. ജസാക്കല്ലാഹു ഖൈർ ഉഖ്തി. ബറക്കല്ലാഹു ഫീക്കി. അടുത്തത് നമ്മളുടെ ഫാത്തിമ ഷാനവാസ് ഉഖ്തിന്റെ ഉമ്മ ഒന്ന് സംസാരിക്കും ഇൻഷാ അള്ളാഹ്. ഉമ്മ ഫാത്തിമ സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മുഫീദ ഫാത്തിമ ബിൻത് ഷാനവാസിന്റെ ഉമ്മയാണ്. ഫാത്തിമ 3 വയസ്സിൽ അൽഫിത്രയിൽ ജോയിൻ ചെയ്തത് മുതലാണ് ഖുർആനുമായിട്ട് കൂടുതൽ അടുത്തത്. പിന്നെ അതിനുശേഷം അവളിലൂടെയാണ് ഞാൻ തജ്വീദ് പഠിച്ചത്. അവൾ പഠിക്കുമ്പോൾ അവളുടെ സിലബസിൽ ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് അങ്ങനെ അധികം ഇതിന്റെ ദീനിയായ ബാക്ക്ഗ്രൗണ്ട് കുറവാണ്. പിന്നെ മോൾക്ക് ഇഷ്ടമാണ് പഠിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു
കോമ്പറ്റീഷൻ നടക്കുന്നത് എൻ്റെ ഉമ്മയാണ് പറഞ്ഞത്. അപ്പൊ അതുവഴി ഈ ഒരു അക്കാഡമിയെ പറ്റിയും അറിയാൻ പറ്റി. അൽഹംദുലില്ലാ. ഇത്ര തന്നെ ഉള്ളൂ. അൽഹംദുലില്ലാ. ജസാക്കല്ലാഹു ഖൈറൻ ഫോർ ദിസ് പ്ലാറ്റ്ഫോം. അമീൻ വലൈക്കും ഉഖ്തി, ബറക്കല്ലാഹു ഫീക്കി ജസാക്കില്ല. ഒരുപാട് സന്തോഷം. അള്ളാഹു ഫാത്തിമ മോക്ക് എല്ലാ എളുപ്പവും കൊടുക്കട്ടെ. ആമീൻ.